ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ പലപ്പോഴും പരാജയത്തെ ഭയപ്പെടുന്നു. പരാജയം എന്നത് എന്തോ മോശമായ കാര്യമാണെന്നും അത് ഒഴിവാക്കേണ്ട ഒന്നാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, പരാജയം എന്നത് ശരിക്കും അവസാനമാണോ, അതോ അത് വിജയത്തിലേക്കുള്ള ഒരു വഴിയാണോ? ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് വിജയം എന്നത് നേർരേഖയിലുള്ള ഒരു യാത്രയാണെന്നാണ്. ഒരു തടസ്സവുമില്ലാതെ, ഒരു വീഴ്ചയുമില്ലാതെ മുകളിലേക്ക് കയറുന്ന ഒരു ഗോവണി പോലെയാണ് വിജയം എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അത് തെറ്റാണ്. അത് വലിയൊരു നുണയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയികളെ നിങ്ങൾ നോക്കൂ. അവരുടെ ജീവിതം പരിശോധിക്കൂ. അവർ ആരും തന്നെ ഒരിക്കലും പരാജയപ്പെടാത്തവരല്ല. മറിച്ച് ഏറ്റവും കൂടുതൽ തവണ പരാജയപ്പെട്ടവരാണ് ഏറ്റവും വലിയ വിജയം നേടിയിട്ടുള്ളത്. സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് തെറ്റുകൾ വരുത്തരുത് എന്നാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണിത്. തെറ്റുകൾ വരുത്തിയാൽ മാർക്ക് കുറയും, തോൽക്കും. ഈ ചിന്താഗതിയുമായാണ് നമ്മൾ വളരുന്നത്. അതിനാൽ മുതിർന്നവരാകുമ്പോഴും നമ്മൾ തെറ്റുകൾ വരുത്താൻ ഭയപ്പെടുന്നു. പരാജയപ്പെടുമെന്ന് തോന്നുന്ന ഒരു കാര്യവും ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എന്നാൽ ജീവിതം സ്കൂളിലെ പരീക്ഷ പോലെയല്ല. ജീവിതത്തിൽ പരാജയപ്പെടാത്തവർ യഥാർത്ഥത്തിൽ ഒന്നും പഠിക്കുന്നില്ല. സുരക്ഷിതമായി ഇരിക്കുക എന്നത് വലിയൊരു അപകടമാണ്. നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ വളരാൻ തയ്യാറല്ല എന്നാണ് അർത്ഥം. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടി എഴുന്നേൽക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും വീഴുന്നു. 100 തവണ വീണാലും ആ കുട്ടി ചിന്തിക്കുന്നില്ല, ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന്. ആ കുട്ടി വീഴ്ചയെ പരാജയമായി കാണുന്നില്ല, അത് പഠനത്തിന്റെ ഭാഗമായി കാണുന്നു. എന്നാൽ മുതിർന്നവരാകുമ്പോൾ നമ്മൾ ആ മനോഭാവം നഷ്ടപ്പെടുത്തുന്നു. ഒരു തവണ വീഴുമ്പോൾ, ഒരു തവണ പരാജയപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന്. വിജയമെന്നത് നിങ്ങൾ എന്തു നേടുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ ആരായി മാറുന്നു എന്നതിലാണ്. പരാജയം നിങ്ങളെ മാറ്റുന്നു. അത് നിങ്ങളുടെ അഹങ്കാരത്തെ തകർക്കുന്നു. അത് നിങ്ങളെ എളിമയുള്ളവരാക്കുന്നു. വിജയം പലപ്പോഴും നമ്മളെ അന്ധരാക്കും. എല്ലാം തികഞ്ഞവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. എന്നാൽ പരാജയം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കും. എവിടെയാണ് പിഴച്ചതെന്ന് അത് നമുക്ക് കാണിച്ചുതരും. അതുകൊണ്ട് പരാജയത്തെ ശപിക്കരുത്, അതിനെ കെട്ടിപ്പിടിക്കുക. അത് നിങ്ങളുടെ ഏറ്റവും നല്ല അധ്യാപകനാണ്. ഒരു വിത്തിന് മരമാകണമെങ്കിൽ അത് മണ്ണിനടിയിൽ കിടന്ന് പൊട്ടണം. ആ വിത്ത് സ്വയം ഇല്ലാതാകണം. പുറന്തോട് പൊട്ടിച്ച് അത് പുറത്തുവരണം. ആ വിത്ത് ചിന്തിക്കുകയാണ്, എനിക്ക് സുരക്ഷിതമായി ഇരുന്നാൽ മതി, എനിക്ക് വേദനിക്കാൻ പാടില്ല എന്ന് കരുതുകയാണെങ്കിൽ ഒരിക്കലും അത് മരമാകില്ല. അത് വിത്തായി തന്നെ അവശേഷിക്കും, ഒടുവിൽ നശിച്ചുപോകും. പരാജയം എന്നത് ആ പുറന്തോട് പൊട്ടുന്ന വേദനയാണ്. അത് വളർച്ചയുടെ വേദനയാണ്. നിങ്ങൾ കാണുന്ന ഓരോ വിജയത്തിനു പിന്നിലും കാണാത്ത വലിയൊരു ലോകമുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ വിജയത്തിന്റെ തിളക്കം മാത്രമേ കാണാറുള്ളൂ. അവരെത്തുന്ന ഉയരങ്ങൾ കണ്ട് നമ്മൾ അസൂയപ്പെടുന്നു. അയാൾക്ക് എന്തു ഭാഗ്യമാണ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ആ വിജയത്തിനു പിന്നിലുള്ള കഠിനാധ്വാനം നമ്മൾ കാണുന്നില്ല. ആരും കാണാതെ ഒഴുക്കിയ വിയർപ്പ് നമ്മൾ കാണുന്നില്ല. അവർ അനുഭവിച്ച തിരസ്കരണങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഒരു വലിയ കെട്ടിടം നോക്കൂ. അതിന്റെ ഭംഗിയും ഉയരവും നമ്മളെ ആകർഷിക്കുന്നു. എന്നാൽ ആ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് മണ്ണിനടിയിലുള്ള അടിത്തറയാണ്. ആ അടിത്തറ ആരും കാണുന്നില്ല. പക്ഷേ ആ അടിത്തറയില്ലെങ്കിൽ കെട്ടിടം നിലനിൽക്കില്ല. പരാജയങ്ങൾ നിങ്ങളുടെ അടിത്തറയാണ്. ഓരോ തവണ നിങ്ങൾ പരാജയപ്പെടുമ്പോഴും നിങ്ങൾ ആ അടിത്തറ ബലപ്പെടുത്തുകയാണ്, കൂടുതൽ ആഴത്തിലേക്ക് കുഴിക്കുകയാണ്. ചെറിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ അടിത്തറ മതി. എന്നാൽ വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക്, ആകാശം മുട്ടെ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അടിത്തറ വേണം. അതിന് കൂടുതൽ പരാജയങ്ങൾ നേരിടേണ്ടിവരും. നിങ്ങളിന്ന് അനുഭവിക്കുന്ന വേദന, നിങ്ങളിന്ന് നേരിടുന്ന പ്രതിസന്ധി, അത് നാളത്തെ വലിയൊരു കെട്ടിടത്തിനുള്ള അടിത്തറ പണിയിലായിരിക്കാം. അതുകൊണ്ട് ക്ഷമയോടെയിരിക്കുക. മണ്ണിനടിയിൽ കിടക്കുമ്പോൾ, ഇരുട്ടിലാണെന്ന് തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങൾ വളരുകയാണ്, വെളിച്ചത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. ആളുകൾ നിങ്ങളെ പരിഹസിച്ചേക്കാം. ഇത്രയും കാലമായിട്ടും ഒന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചേക്കാം. അവരോട് മറുപടി പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുക. നിശബ്ദമായി പണിയെടുക്കുക. വേരുകൾ ആരും കാണാതെയാണ് വളരുന്നത്. ഒരു മുളയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് നട്ടാൽ ആദ്യത്തെ കുറച്ചു വർഷങ്ങളൊന്നും സംഭവിക്കില്ല. പുറത്തേക്ക് ഒരു മുള പോലും വരില്ല. എന്നാൽ ആ സമയത്തൊക്കെ അത് മണ്ണിനടിയിൽ വേരുകൾ പടർത്തുകയാണ്. പിന്നീട് പെട്ടെന്നൊരു ദിവസം അത് മുളച്ചു വരുന്നു. ഏതാനും ആഴ്ചകൾ കൊണ്ട് അത് അവിശ്വസനീയമായ ഉയരത്തിലേക്ക് വളരുന്നു. ആരും കാണാതിരുന്ന ആ വർഷങ്ങളാണ് അതിന്റെ വിജയത്തിന്റെ രഹസ്യം. നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ്. പരാജയത്തിന്റെ കാലഘട്ടം എന്നത് കാത്തിരിപ്പിന്റെ കാലഘട്ടമല്ല, അത് വേരുകൾ പടർത്തുന്ന കാലഘട്ടമാണ്. പലരും പറയാറുണ്ട്, എനിക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന്. അവസരം എന്നത് കാത്തിരുന്ന് ലഭിക്കുന്ന ഒന്നല്ല. അവസരം എപ്പോഴും വരുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാനുള്ള കണ്ണും അത് ഉപയോഗപ്പെടുത്താനുള്ള കഴിവും നമുക്കുണ്ടാകണം. ഇവിടെയാണ് പരാജയത്തിന്റെ റോള് വരുന്നത്. പരാജയം നിങ്ങളെ ഒരുക്കുന്നു. തയ്യാറെടുപ്പും അവസരവും കണ്ടുമുട്ടുന്ന നിമിഷമാണ് വിജയം സംഭവിക്കുന്നത്. തയ്യാറെടുപ്പില്ലാത്തവന്റെ മുന്നിൽ അവസരം വന്നിട്ട് കാര്യമില്ല. അവൻ അത് പാഴാക്കിക്കളയും. പരാജയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങളെ മൂർച്ചയുള്ളവരാക്കുന്നു. ഒരു കല്ല് ശില്പമായി മാറുന്നത് ഉളികൊണ്ടുള്ള അടികളേൽക്കുമ്പോഴാണ്. ഓരോ അടിയും വേദനയാണ്.
എന്നാൽ ആ വേദനയാണ് ആ കല്ലിന് രൂപം നൽകുന്നത്. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെടണം. എങ്കിൽ മാത്രമേ ഉള്ളിലുള്ള ശില്പം പുറത്തുവരൂ. പരാജയം ആ ഉളിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത ശീലങ്ങളെ, അഹങ്കാരങ്ങളെ, തെറ്റായ ധാരണകളെ വെട്ടിമാറ്റുന്നു. നിങ്ങൾ സ്വയം ചോദിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ഒഴിവാക്കേണ്ടത്? പരാജയം അത് നിങ്ങൾക്ക് കാണിച്ചുതരും. ചിലപ്പോൾ പരാജയം പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്ത വഴി തെറ്റാണെന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി മാറ്റണമെന്നാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് ആവശ്യമാണെന്നാകാം. എന്തായാലും പരാജയം ഒരു സന്ദേശമാണ്. അത് അവഗണിക്കരുത്. അത് കേൾക്കുക, അതിൽ നിന്ന് പഠിക്കുക. വിജയിച്ചവർക്ക് പറയാനുള്ളത് വിജയത്തിന്റെ കഥകൾ മാത്രമല്ല, അവർ അതിജീവിച്ച പരാജയങ്ങളുടെ കഥകൾ കൂടിയാണ്. തോൽക്കാൻ മനസ്സില്ലാത്തവന് ജയിക്കാൻ അവകാശമില്ല. ജീവിതത്തിൽ സമ്മർദ്ദമുണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. ഒരു ഓറഞ്ച് എടുത്ത് ഞെക്കിയാൽ എന്താണ് പുറത്തുവരിക? ഓറഞ്ച് ജ്യൂസ്. എന്തുകൊണ്ട്? കാരണം അതിനുള്ളിലുള്ളതാണ്. അതുപോലെയാണ് മനുഷ്യരും. ജീവിതം നിങ്ങളെ ഞെരുക്കുമ്പോൾ, പരാജയങ്ങൾ നിങ്ങളെ വരിഞ്ഞുമുറുക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണോ അത് പുറത്തുവരും. ദേഷ്യമാണോ, നിരാശയാണോ, അതോ ധൈര്യമാണോ പുറത്തുവരുന്നത്? പരാജയം ഒരു കണ്ണാടിയാണ്. അത് നിങ്ങൾ ആരാണെന്ന് കാണിച്ചു തരുന്നു. എല്ലാം ശുഭമായിരിക്കുമ്പോൾ ആർക്കും ചിരിക്കാം, ആർക്കും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം. എന്നാൽ എല്ലാം തകരുമ്പോൾ, പ്രതീക്ഷിച്ചതൊന്നും നടക്കാതിരിക്കുമ്പോൾ, അപ്പോഴും പിടിച്ചുനിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ നായകൻ. 2 തരം ആളുകളുണ്ട്. 1. പരാജയം വരുമ്പോൾ തകർന്നുപോകുന്നവർ. അവർ വിധിയെ പഴിക്കുന്നു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, സ്വന്തം വിധിയിൽ സഹതപിച്ച് ജീവിക്കുന്നു. 2. പരാജയം വരുമ്പോൾ കൂടുതൽ കരുത്തരാകുന്നവർ. അവർ ചോദിക്കുന്നു, ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാം? അടുത്ത തവണ എനിക്ക് എങ്ങനെ ഇതിലും മികച്ചതാകാം? ഈ രണ്ടാമത്തെ കൂട്ടരാണ് ലോകം ഭരിക്കുന്നത്. അവർക്ക് പരാജയം ഒരു അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. അവർക്ക് തോൽവി എന്ന വാക്കില്ല, പഠനം എന്ന വാക്കേയുള്ളൂ. തോമസ് ആൽവാ എഡിസന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് ആയിരക്കണക്കിന് തവണ അദ്ദേഹം പരാജയപ്പെട്ടു. ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും തവണ പരാജയപ്പെട്ടില്ലേ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടില്ല, പ്രവർത്തിക്കാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തി. ഇതാണ് മനോഭാവം. പരാജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വിജയം എന്നത് സൗകര്യപ്രദമായ ഒരു ജീവിതമല്ല. വിജയം എന്നത് ഉത്തരവാദിത്തമാണ്. പരാജയങ്ങളെ നേരിടാനുള്ള ഉത്തരവാദിത്തം. നിങ്ങൾ എത്രത്തോളം വലിയ ലക്ഷ്യം വെക്കുന്നുവോ അത്രത്തോളം വലിയ പരാജയങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാകണം. ചെറിയ ലക്ഷ്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളെ ഉണ്ടാകൂ. വലിയ ലക്ഷ്യങ്ങൾക്ക് വലിയ മലകൾ കയറേണ്ടിവരും. മല കയറുമ്പോൾ കിതയ്ക്കും, വിയർക്കും, ചിലപ്പോൾ കാലുതെറ്റി വീഴും. അത് സ്വാഭാവികമാണ്. താഴെ നിൽക്കുന്നവർക്ക് ഇതൊന്നും സംഭവിക്കില്ല. അവർക്ക് സുഖമായി നിൽക്കാം. പക്ഷെ അവർ ഒരിക്കലും മുകളിലെ കാഴ്ച കാണില്ല. അവർ ഒരിക്കലും ആ സംതൃപ്തി അനുഭവിക്കില്ല. വീഴുമെന്ന് ഭയന്ന് മല കയറാതിരിക്കരുത്. വീണാൽ എഴുന്നേൽക്കുക, പൊടി തട്ടിക്കളയുക, വീണ്ടും നടക്കുക. ഇവിടെയാണ് ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധയുടെ പ്രാധാന്യം വരുന്നത്. പരാജയങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കും, നമ്മുടെ ശ്രദ്ധ മാറ്റാൻ നോക്കും. ഇത് നടക്കില്ല, ഇതുപേക്ഷിക്കൂ എന്ന് മനസ്സ് പറയും, ചുറ്റുമുള്ളവർ പറയും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണു മാറ്റരുത്. ഒരു കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്നതുപോലെ നിങ്ങളുടെ മനസ്സിന് കടിഞ്ഞാണിടുക. പരാജയം വരുമ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെടരുത്. സങ്കടപ്പെടാം, കരയാം, പക്ഷെ അവിടെ നിൽക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നോർക്കുക. സ്വർണം ശുദ്ധീകരിക്കുന്നത് തീയിലാണ്. തീയിലിടുമ്പോൾ അത് ഉരുകുന്നു, തിളയ്ക്കുന്നു. പക്ഷേ അതിലെ മാലിന്യങ്ങൾ പോകുന്നത് അപ്പോഴാണ്. പരാജയം ആ തീയാണ്. അത് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ അത് മൂർച്ചയുള്ളതാക്കുന്നു. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരാജയം നിങ്ങളെ പഠിപ്പിക്കുന്നു. പലരും പരാജയപ്പെടുമ്പോൾ പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്നു. ഇത് എനിക്ക് പറ്റിയതല്ല, വേറെ എന്തെങ്കിലും നോക്കാം എന്ന് കരുതുന്നു. അത് ശരിയല്ല. ഒരു കിണർ കുഴിക്കുമ്പോൾ വെള്ളം കണ്ടില്ലെങ്കിൽ ഉടനെ വേറൊരു സ്ഥലത്ത് പോയി കുഴിക്കാൻ തുടങ്ങിയാൽ എന്തു സംഭവിക്കും? അവസാനം കുറേ പാതി കുഴിച്ച കുഴികൾ മാത്രമേ ഉണ്ടാകൂ. വെള്ളം ലഭിക്കില്ല. കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം ലഭിക്കുമായിരുന്നു. പരാജയം വരുമ്പോൾ പിന്മാറരുത്. കുറച്ചുകൂടി ആഴത്തിൽ ശ്രമിക്കുക, കുറച്ചുകൂടി ക്ഷമ കാണിക്കുക. വിജയത്തിന് തൊട്ടുമുമ്പായിരിക്കും പലപ്പോഴും ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. രാത്രി ഏറ്റവും ഇരുളുന്നത് പുലരുന്നതിന് തൊട്ടുമുമ്പാണ്. അതുകൊണ്ട് ഇരുട്ടുകൂടുമ്പോൾ ഭയപ്പെടരുത്. വെളിച്ചം വരാറായി എന്ന് മനസ്സിലാക്കുക. വളർച്ചയ്ക്ക് ഒരു ക്രമമുണ്ട്. അത് ആർക്കും മാറ്റാൻ കഴിയില്ല. ആദ്യം പഠിക്കുക, പിന്നെ അത് പ്രാവർത്തികമാക്കുക, പിന്നെ അതിൽ നിന്നുള്ള ഫലം വിലയിരുത്തുക. തെറ്റുകൾ തിരുത്തുക, വീണ്ടും ശ്രമിക്കുക. ഈ ചക്രത്തിൽ പരാജയം വരുന്നത് വിലയിരുത്തൽ എന്ന ഘട്ടത്തിലാണ്. നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നത് ഫലം വരുമ്പോഴാണ്. പരാജയം വന്നാൽ അതിനർത്ഥം നിങ്ങൾ ചെയ്ത രീതിയിൽ എന്തോ പിശകുണ്ട് എന്നാണ്. അത് തിരുത്താനുള്ള അവസരമാണ്, അല്ലാതെ സ്വയം കുറ്റപ്പെടുത്താനുള്ള അവസരമല്ല. ഞാൻ മോശമാണ് എന്ന് പറയുന്നതിനു പകരം എന്റെ രീതി മോശമാണ്, അത് ഞാൻ മാറ്റും എന്ന് പറയുക. നിങ്ങളെയും നിങ്ങളുടെ പരാജയത്തെയും വേർതിരിച്ചു കാണുക. നിങ്ങൾ പരാജയമല്ല, നിങ്ങൾ പരാജയപ്പെട്ട ഒരു ശ്രമം നടത്തി എന്ന് മാത്രമേയുള്ളൂ. പരാജയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠമുണ്ട്. അത് അച്ചടക്കമാണ്. മോട്ടിവേഷൻ എന്നത് ഒരു വികാരമാണ്. അത് വരും, പോകും. നല്ല മൂടുള്ളപ്പോൾ ആർക്കും ജോലി ചെയ്യാം.
എന്നാൽ മൂഡില്ലാത്തപ്പോൾ, ശരീരം തളർന്നിരിക്കുമ്പോൾ, മനസ്സ് മടുത്തിരിക്കുമ്പോൾ അപ്പോഴും ജോലി ചെയ്യാനുള്ള കഴിവാണ് അച്ചടക്കം. പരാജയം വരുമ്പോൾ മോട്ടിവേഷൻ ഇല്ലാതാകും. സ്വാഭാവികമാണത്. ആ സമയത്താണ് അച്ചടക്കം നിങ്ങളെ സഹായിക്കുന്നത്. എനിക്കിഷ്ടമല്ലെങ്കിലും ഞാനിത് ചെയ്യും, കാരണം ഇത് എന്റെ ലക്ഷ്യത്തിനാവശ്യമാണ് എന്ന് പറയാൻ കഴിയണം. സിസ്റ്റം അല്ലെങ്കിൽ ചിട്ടയായ പ്രവർത്തനം എപ്പോഴും വികാരങ്ങളെക്കാൾ വലുതാണ്. വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ചിട്ടയായ പ്രവർത്തനം സ്ഥിരത നൽകും. പരാജയപ്പെട്ട ദിവസങ്ങളിലും നിങ്ങളുടെ ചിട്ട തെറ്റിക്കരുത്. അതാണ് വിജയികളുടെ രഹസ്യം. അവർ തോൽവിയിലും ജയത്തിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ പലപ്പോഴും കാത്തിരിക്കുന്നത് പെട്ടെന്നുള്ള വിജയത്തിനാണ്. ഇന്നലെ ഞാൻ വിത്തുപാകി, ഇന്ന് എന്തുകൊണ്ട് മരം വളർന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണത്. പ്രകൃതിക്ക് അതിന്റേതായ സമയമുണ്ട്. ഓരോന്നിനും അതിന്റേതായ സീസണുണ്ട്. വിതയ്ക്കാൻ ഒരു കാലം, കൊയ്തെടുക്കാൻ ഒരു കാലം. പരാജയം പലപ്പോഴും ശൈത്യകാലം പോലെയാണ്. തണുപ്പാണ്, ഇരുട്ടാണ്, ഒന്നും വളരുന്നില്ല എന്ന് തോന്നും. പക്ഷേ ശൈത്യകാലം കഴിഞ്ഞാൽ വസന്തം വരും. അത് പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിലും വസന്തം വരും. എന്നാൽ ശൈത്യകാലത്ത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. തണുത്തു വിറച്ച് പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടുകയാണോ, അതോ വസന്തകാലത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണോ? തന്ത്രപരമായ ക്ഷമ ആവശ്യമാണ്. വെറുതെ കാത്തിരിക്കുകയല്ല, പ്രവർത്തിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഫീഡ്ബാക്ക് അഥവാ പ്രതികരണം എന്നത് വളരെ പ്രധാനമാണ്. പരാജയം ലോകം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും സത്യസന്ധമായ പ്രതികരണമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കള്ളം പറഞ്ഞേക്കാം. നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ നീ ചെയ്തത് നന്നായി എന്നവർ പറഞ്ഞേക്കാം. പക്ഷേ പരാജയം കള്ളം പറയില്ല. അത് നിങ്ങളുടെ മുഖത്തു നോക്കി സത്യം പറയും. നീ ചെയ്തത് പോരാ എന്ന് അത് പറയും. ആ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുക. അളക്കാൻ കഴിയാത്തതിനെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ പുരോഗതി അളക്കുക. എവിടെയാണ് കുറവ് വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒരു വിമാനം പറക്കുമ്പോൾ അത് പലപ്പോഴും അതിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാറുണ്ട്. കാറ്റും കാലാവസ്ഥയും അതിനെ മാറ്റും. പക്ഷേ പൈലറ്റ് അത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. പരാജയങ്ങൾ ആ വ്യതിചലനങ്ങളാണ്. അത് തിരുത്തി മുന്നോട്ടു പോവുക. മൊമെന്റം അഥവാ ആക്കം എന്നൊരു കാര്യമുണ്ട്. ഒരു വലിയ ചക്രം തിരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വലിയ പ്രയാസമാണ്. ഒരുപാട് ഊർജ്ജം വേണം. എന്നാൽ ഒരിക്കൽ അത് കറങ്ങിത്തുടങ്ങിയാൽ പിന്നെ ചെറിയൊരു തള്ളൽ മതി, അത് വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ജീവിതത്തിലും അങ്ങനെയാണ്. തുടക്കം എപ്പോഴും കഠിനമാണ്. പരാജയങ്ങൾ തുടക്കത്തിൽ കൂടുതലായിരിക്കും. അത് ചക്രം തിരിക്കാനുള്ള ആ ആദ്യത്തെ ബുദ്ധിമുട്ടാണ്. പലരും അവിടെ വെച്ച് നിർത്തുന്നു. ഇതെന്നെക്കൊണ്ട് വയ്യ എന്നു പറഞ്ഞു പിന്മാറുന്നു. എന്നാൽ കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ആ ചക്രം കറങ്ങിത്തുടങ്ങിയേനെ. കോമ്പൗണ്ടിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശയുടെ തത്വം പോലെയാണത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ വിജയങ്ങൾ കൂടിച്ചേർന്ന് വലിയൊരു ഫലമായി മാറുന്നു. പരാജയങ്ങൾ പോലും ആ പ്രക്രിയയുടെ ഭാഗമാണ്. ഓരോ പരാജയവും നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി മാറണം. വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ജീവിതരീതിയാണ്. പരാജയത്തെ ഭയക്കാത്ത ഒരു ജീവിതരീതി. ഓരോ വീഴ്ചയിലും ഒരു പാഠം കണ്ടെത്തുന്ന ജീവിതരീതി. ഇതിനെയാണ് ഇമോഷണൽ എലവേഷൻ അല്ലെങ്കിൽ വൈകാരികമായ ഉയർച്ച എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ തട്ടി വീഴാതെ വലിയ കാഴ്ചപ്പാടോടെ ജീവിക്കുക. ഒരു പരുന്ത് മഴ പെയ്യുമ്പോൾ എന്തു ചെയ്യും? മറ്റു പക്ഷികൾ കൂടുകളിൽ ഒളിക്കുമ്പോൾ പരുന്ത് മേഘങ്ങൾക്ക് മുകളിലേക്ക് പറക്കുന്നു. അവിടെ മഴയില്ല, അവിടെ സൂര്യപ്രകാശമുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, പ്രശ്നങ്ങൾക്ക് മുകളിലേക്ക് ഉയരുകയാണ് വേണ്ടത്. പരാജയം എന്നത് ആ മഴയാണ്. നിങ്ങളതിന് താഴെ നിൽക്കണോ അതോ അതിന് മുകളിലേക്ക് പറക്കണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. സ്വയം ചോദിക്കുക, ഞാൻ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? സുരക്ഷിതമായ ഒരു ജീവിതം നയിച്ച് ആരുമറിയാതെ മരിച്ചുപോകാനാണോ, അതോ പരാജയങ്ങളെ വെല്ലുവിളിച്ച് പരിമിതികളെ തകർത്ത് ചരിത്രം സൃഷ്ടിക്കാനാണോ? രണ്ടാമത്തേതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പരാജയത്തെ സ്നേഹിക്കാൻ പഠിക്കുക. ഓരോ പരാജയവും നിങ്ങളോട് പറയുന്നത് നീ ശ്രമിക്കുന്നുണ്ട് എന്നാണോ. ശ്രമിക്കാത്തവർ പരാജയപ്പെടില്ല. ഗാലറിയിലിരുന്ന് കളി കാണുന്നവർക്ക് തോൽവിയില്ല. കളിക്കളത്തിൽ ഇറങ്ങുന്നവനെ തോൽക്കുകയുള്ളൂ. പക്ഷേ കപ്പ് നേടുന്നതും അവൻ മാത്രമാണ്. ഗാലറിയിലുള്ളവർ വെറും കാഴ്ചക്കാർ മാത്രമാണ്. നിങ്ങൾ കാഴ്ചക്കാരാകരുത്, കളിക്കാരാകുക. മുഖത്ത് ചെളിയും ചോരയും പുരണ്ട് വിയർപ്പൊഴുക്കി കളിക്കുന്നവൻ, അവൻ വീഴും, പക്ഷേ അവൻ എഴുന്നേൽക്കും. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഒരു കാര്യം ഓർക്കുക, പരാജയം ശാശ്വതമല്ല, വിജയവും ശാശ്വതമല്ല. ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, എന്നാൽ നാളെ മറ്റൊരു ദിവസമാണ്. സൂര്യൻ വീണ്ടും ഉദിക്കും. നിങ്ങൾക്ക് വീണ്ടും ശ്രമിക്കാം. പരാജയം നിങ്ങളുടെ ഭൂതകാലമാണ്, അത് നിങ്ങളുടെ ഭാവിയല്ല. ഭൂതകാലത്തെ ഓർത്ത് വർത്തമാനകാലം നശിപ്പിക്കരുത്. ഇന്നിൽ ജീവിക്കുക. ഇന്ന് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഇന്നത്തെ ചെറിയൊരു പ്രവൃത്തി നാളത്തെ വലിയ മാറ്റത്തിന് കാരണമാകും. അലസതയാണ് പരാജയത്തേക്കാൾ വലിയ ശത്രു. പരാജയപ്പെട്ടാൽ പഠിക്കാം. അലസനായിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. തുരുമ്പെടുത്ത് നശിക്കുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞുതീരുന്നതാണ്. പ്രവർത്തിക്കുക. ഫലം എന്തുതന്നെയായാലും പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടരുത്. ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടാകും. നിങ്ങൾ പരാജയപ്പെട്ടാൽ അവർ കളിയാക്കും. വിജയിച്ചാൽ അവർ ഭാഗ്യമാണെന്ന് പറയും. അതൊന്നും കാര്യമാക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതമാണ്.
അതിന്റെ തിരക്കഥ എഴുതുന്നത് നിങ്ങളാണ്. അതിലെ നായകനും നിങ്ങളാണ്. നായകന്മാർക്ക് വെല്ലുവിളികൾ ഉണ്ടാകും, വില്ലന്മാരുണ്ടാകും. അതൊക്കെ കഥയുടെ ഭാഗമാണ്. അതില്ലെങ്കിൽ കഥയ്ക്ക് രസമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വില്ലൻ പരാജയമല്ല, അത് പരാജയഭീതിയാണ്. ആ ഭയത്തെ തോൽപ്പിക്കുക. ധൈര്യമെന്നത് ഭയമില്ലായ്മയല്ല, ഭയമുണ്ടായിട്ടും പ്രവർത്തിക്കാനുള്ള മനസ്സാണ്. വിറയ്ക്കുന്ന കാലുകളോടെയാണെങ്കിലും മുന്നോട്ട് നടക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് വിജയിച്ച ഓരോ മനുഷ്യനും ഈ വഴിയെ പോയവരാണ്. അവരും കരഞ്ഞിട്ടുണ്ട്, അവരും തകർന്നിട്ടുണ്ട്. എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവരും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർ നിർത്തിയില്ല, അവർ തുടർന്നു. അതാണ് വ്യത്യാസം. നിങ്ങളും തുടരുക. വഴിയിൽ വെളിച്ചം കണ്ടില്ലെങ്കിലും നടക്കുക. ഓരോ ചുവടും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. വിശ്വസിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കണം. എഴുന്നേൽക്കുക, വീണ്ടും ശ്രമിക്കുക. പരാജയം ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ആ ചിന്തയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നു. പക്ഷേ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിൽക്കുന്നവർ തുറന്ന വാതിൽ കാണുന്നില്ല. കണ്ണു തുറന്നു നോക്കൂ, അവസരങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. പരാജയം ആ അവസരങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു വഴിമാറ്റമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു അറിവായിരിക്കും. പരാജയം അത് നിങ്ങൾക്ക് തരുന്നു. നന്ദിയോടെ അത് സ്വീകരിക്കുക. ഈ ലോകം വിജയികളെ ആരാധിക്കുന്നു, എന്നാൽ അത് പരാജയങ്ങളെ മറക്കുന്നു. വിജയിയുടെ കിരീടം കാണുമ്പോൾ ആരും അവൻ കടന്നുവന്ന മുള്ളുകൾ കാണുന്നില്ല. മുള്ളുകളില്ലാതെ റോസാപ്പൂവില്ല, വേദനയില്ലാതെ നേട്ടങ്ങളില്ല. വേദനയെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, വേദനയിലൂടെ വളരാൻ ശ്രമിക്കുക. ജിമ്മിൽ പോയി ഭാരമുയർത്തുന്നത് വേദനയാണ്, പേശികൾ വലിയുന്നത് വേദനയാണ്. പക്ഷേ ആ വേദനയാണ് പേശികളെ വളർത്തുന്നത്. ജീവിതത്തിലെ ഭാരങ്ങളും അതുപോലെയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ആത്മാവിനെ വളർത്തുന്നു. എളുപ്പമുള്ള ജീവിതം ആഗ്രഹിക്കരുത്, കരുത്തുള്ള മനസ്സും ശരീരവും ആഗ്രഹിക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നത്. എനിക്ക് കഴിയും എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കഴിയും, എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കഴിയില്ല. രണ്ടും സത്യമാണ്. നിങ്ങൾ എന്തു തെരഞ്ഞെടുക്കുന്നു എന്നതാണ് പ്രധാനം. പരാജയപ്പെടുമ്പോൾ ഞാൻ തോറ്റു എന്ന് പറയുന്നതിനു പകരം ഞാൻ പഠിച്ചു എന്ന് പറയുക. വാക്കുകൾക്ക് ശക്തിയുണ്ട്. പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുക. സ്വയം ശാക്തീകരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശകൻ നിങ്ങളാണ്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധകനും നിങ്ങളാകണം. കണ്ണാടിയിൽ നോക്കി പറയുക, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ ഇത് നേടും. ഒരിക്കൽ ഒരു കപ്പൽ കടലിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്നു. കപ്പലിലെ യാത്രക്കാർ ഭയന്നു വിറച്ചു. പക്ഷേ കപ്പിത്താൻ മാത്രം ശാന്തനായി നിന്നു. ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭയമില്ലേ? കപ്പിത്താൻ പറഞ്ഞു, ഭയമുണ്ട്, പക്ഷേ എനിക്ക് എന്റെ കപ്പലിനെക്കുറിച്ചറിയാം, എനിക്ക് കടലിനെക്കുറിച്ചറിയാം, അതിലുപരി എനിക്കെന്നെക്കുറിച്ചറിയാം. ഈ ആത്മവിശ്വാസം എവിടെനിന്ന് വരുന്നു? അനുഭവത്തിൽ നിന്ന്. അനുഭവം എവിടെനിന്ന് വരുന്നു? പരാജയങ്ങളിൽ നിന്ന്. ശാന്തമായ കടലിൽ കപ്പലോടിക്കുന്നവൻ ഒരിക്കലും നല്ല കപ്പിത്താനാകില്ല. കൊടുങ്കാറ്റുകളാണ് കപ്പിത്താനെ വാർത്തെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ സ്വാഗതം ചെയ്യുക. അത് നിങ്ങളെ മികച്ചവരാക്കും. നിങ്ങളൊരു കാര്യം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള വഴിയും തെളിയും. പ്രപഞ്ചം ഒരു വഴികാട്ടിയെപ്പോലെയാണ്. ചിലപ്പോൾ അത് നിങ്ങളെ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നു വരില്ല, പക്ഷേ അതാണ് ശരിയായ വഴിയെന്ന് പിന്നീട് മനസ്സിലാകും. സ്റ്റീവ് ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി. അത് അദ്ദേഹത്തിന് വലിയ പരാജയമായിരുന്നു, അപമാനമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അതായിരുന്നു എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം. ആ പരാജയമാണ് അദ്ദേഹത്തെ കൂടുതൽ സർഗാത്മകനാക്കിയത്. പിക്സാർ പോലെയുള്ള വലിയ കമ്പനികൾ തുടങ്ങാൻ അത് കാരണമായി. പിന്നീട് ആപ്പിളിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം പഴയതിനേക്കാൾ ശക്തനായിരുന്നു. പരാജയം ഇല്ലായിരുന്നെങ്കിൽ ഐഫോണും ഐപാഡും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയം ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ വിജയത്തിന്റെ തുടക്കമായിരിക്കാം. ജീവിതം ഒരു മാരത്തൺ ഓട്ടമാണ്. അത് 100 മീറ്റർ ഓട്ടമല്ല, പെട്ടെന്ന് ഓട്ടി തീർക്കാനുള്ളതല്ല, ദീർഘദൂരം ഓടാനുള്ളതാണ്. ഇതിൽ വേഗതയല്ല, സഹനശക്തിയാണ് പ്രധാനം. ഇടയ്ക്ക് തളരും, നിൽക്കാൻ തോന്നും, പക്ഷേ നിൽക്കരുത്. സാവധാനം ഓടുക, നടക്കുക, ഇഴയുക, പക്ഷേ മുന്നോട്ട് തന്നെ നീങ്ങുക. ഫിനിഷിംഗ് ലൈൻ കാണുന്നില്ലെങ്കിലും ഓടുക. ഓരോ ചുവടും ഒരു വിജയമാണ്. പരാജയം എന്നത് ഓട്ടം നിർത്തലാണ്, വീഴുന്നതല്ല. വീണിടത്ത് കിടക്കുന്നതാണ് പരാജയം. എഴുന്നേറ്റു ഓടുന്നവൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. സമയം കടന്നുപോകും. നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും സമയം പോകും. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ദുഃഖിക്കരുത്. ഇന്നു തന്നെ തുടങ്ങുക. പരാജയപ്പെട്ടാലും സാരമില്ല, തുടങ്ങുക എന്നതാണ് പ്രധാനം. പൂർണ്ണതയ്ക്കുവേണ്ടി കാത്തിരിക്കരുത്. പൂർണ്ണത എന്നത് ഒരു മിഥ്യയാണ്. അങ്ങനെയൊന്നില്ല. ഉള്ളത് വെച്ച് തുടങ്ങുക. ഉള്ള അവസ്ഥയിൽ തുടങ്ങുക. വഴിയിൽ വെച്ച് മെച്ചപ്പെടുത്താം. ഓരോ മനുഷ്യനും ജനിക്കുന്നത് വലിയ സാധ്യതകളുമായാണ്, പക്ഷെ മരിക്കുന്നത് പലപ്പോഴും ആ സാധ്യതകൾ ഉപയോഗിക്കാതെയാണ്. ശവപ്പറമ്പുകളാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലങ്ങൾ എന്ന് പറയാറുണ്ട്. കാരണം അവിടെയാണ് എഴുതപ്പെടാത്ത പുസ്തകങ്ങളും പാടാത്ത പാട്ടുകളും കണ്ടുപിടിക്കാത്ത കണ്ടുപിടുത്തങ്ങളുമുള്ളത്.
ഭയം കാരണം പുറത്തുവരാത്ത സ്വപ്നങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങൾ മണ്ണടിയാൻ അനുവദിക്കരുത്. അത് പുറത്തെടുക്കുക. പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ശ്രമിച്ചുവെന്ന് പറയാലോ. മരിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്ന ഖേദം ഉണ്ടാകരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. മാതാപിതാക്കളെയോ സർക്കാരിനെയോ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലമാണ്. അത് മാറ്റാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ നാളെ മാറ്റും. പരാജയത്തെ ഭയന്ന് തീരുമാനമെടുക്കാതിരിക്കരുത്. തീരുമാനം എടുക്കാതിരിക്കുന്നതും ഒരു തീരുമാനമാണ്. അത് പരാജയത്തിലേക്കുള്ള തീരുമാനമാണ്. ധീരമായ തീരുമാനങ്ങൾ എടുക്കുക. വിജയം ഒരു ഏകാന്ത യാത്രയാണ്. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ആരും നിങ്ങളെ മനസ്സിലാക്കില്ല. ഭ്രാന്തൻ എന്ന് വിളിച്ചേക്കാം. പക്ഷേ ഓർക്കുക, ചരിത്രം സൃഷ്ടിച്ചവരെല്ലാം ഒരു കാലത്ത് ഭ്രാന്തന്മാർ എന്ന് വിളിക്കപ്പെട്ടവരാണ്. ലോകം കാണാത്തത് കാണുന്നവരാണ് അവർ. അവരുടെ വിഷൻ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. പരാജയങ്ങൾ വരുമ്പോൾ ഈ ഏകാന്തത കൂടും. പക്ഷേ ആ ഏകാന്തതയിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ കണ്ടെത്തുന്നു. നിങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയാമോ? നിനക്ക് കഴിയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ കാര്യം ചെയ്തു കാണിക്കുന്നതാണ്. ആ വിജയത്തിന്റെ മധുരം ഒന്ന് വേറെയാണ്. ആ മധുരം നുണയണമെങ്കിൽ കൈപ്പേറിയ പരാജയങ്ങൾ കുടിച്ചേ പറ്റൂ. കയ്പില്ലാതെ മധുരമില്ല, ഇരുട്ടില്ലാതെ വെളിച്ചമില്ല, പരാജയമില്ലാതെ വിജയമില്ല. ഇത് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയാണ്. അത് അംഗീകരിക്കുക. നിങ്ങളുടെ പരാജയങ്ങളെ ഒളിപ്പിച്ചുവെക്കരുത്. അത് നിങ്ങളുടെ മുറിപ്പാടുകളാണ്. യുദ്ധം ജയിച്ച പടയാളിയുടെ അടയാളങ്ങളാണത്. അത് അഭിമാനത്തോടെ കാണിക്കുക. ഞാൻ ഇതിലൂടെ കടന്നുപോയി, എന്നിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. നിങ്ങളുടെ കഥ കേട്ട് ഒരാളെങ്കിലും എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ജനിക്കുമ്പോൾ കൈ ചുരുട്ടിപ്പിടിച്ചാണ് വരുന്നത്. എല്ലാം എനിക്ക് വേണം, എല്ലാം എന്റേതാണ് എന്ന മനോഭാവം. എന്നാൽ മരിക്കുമ്പോൾ കൈ മലർത്തിപ്പിടിച്ചാണ് പോകുന്നത്. ഒന്നും എന്റേതല്ല, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന സത്യം. ജീവിതത്തിന്റെ ഇടവേളയിൽ നമ്മൾ നേടുന്നതൊന്നും ശാശ്വതമല്ല. പണം, പദവി, അധികാരം എല്ലാം പോകും. എന്നാൽ നിങ്ങൾ ആർജിക്കുന്ന അനുഭവങ്ങൾ, നിങ്ങൾ വളർത്തിയെടുക്കുന്ന സ്വഭാവം, അത് നിങ്ങളോടൊപ്പമുണ്ടാകും. പരാജയങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ സ്ഫുടം ചെയ്യുന്നു. അത് നിങ്ങളെ മികച്ച മനുഷ്യനാക്കുന്നു. പണം പോയാലും തിരിച്ചുപിടിക്കാം. എന്നാൽ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചുപിടിക്കാൻ പ്രയാസമാണ്. പരാജയങ്ങളിൽ തളരാതെ മൂല്യങ്ങളിൽ ഉറച്ചുനിൽക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. ഓരോ ദിവസവും ഒരു യുദ്ധമാണ്. നിങ്ങളുടെ പഴയ പതിപ്പും പുതിയ പതിപ്പും തമ്മിലുള്ള യുദ്ധം. അലസതയും അച്ചടക്കവും തമ്മിലുള്ള യുദ്ധം. ഭയവും ധൈര്യവും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ ചിലപ്പോൾ നിങ്ങൾ തോൽക്കും. അത് സാരമില്ല. യുദ്ധം അവസാനിച്ചിട്ടില്ല. തോറ്റാൽ ഉടനെ പിന്മാറരുത്. തന്ത്രങ്ങൾ മാറ്റുക. ആയുധങ്ങൾ മൂർച്ച കൂട്ടുക. വീണ്ടും പോരാടുക. ജയിക്കുന്നതുവരെ പോരാടുക. തോൽവി സമ്മതിക്കുന്നതുവരെ ആരും തോൽക്കുന്നില്ല. മനസ്സ് തോൽക്കാത്തിടത്തോളം കാലം ശരീരം തോൽക്കില്ല. ചിന്താഗതി മാറ്റുക. എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിനു പകരം എനിക്ക് വെല്ലുവിളികളുണ്ട് എന്ന് പറയുക. വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയും. പ്രശ്നമെന്ന് പറയുമ്പോൾ മനസ്സ് ഭാരപ്പെടുന്നു. വെല്ലുവിളി എന്ന് പറയുമ്പോൾ മനസ്സ് ഉണരുന്നു. അത് നേരിടാൻ തയ്യാറാകുന്നു. പരാജയം ഒരു പ്രശ്നമല്ല, അതൊരു വെല്ലുവിളിയാണ്. നിങ്ങളെ അളക്കാനുള്ള, നിങ്ങളുടെ ശക്തി പരീക്ഷിക്കാനുള്ള ഒരു വെല്ലുവിളി. അത് സ്വീകരിക്കുക. ഈ യാത്രയിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം. സുഹൃത്തുക്കളെ, പണം, സമയം. പക്ഷേ അതെല്ലാം വിജയത്തിന് നൽകേണ്ട വിലയാണ്. വില കൊടുക്കാതെ ഒന്നും ലഭിക്കില്ല. കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ പണം കൊടുക്കണം. ജീവിതത്തിൽ വിജയം വാങ്ങുമ്പോൾ കഠിനാധ്വാനവും ത്യാഗവും സഹനവും കൊടുക്കണം. ചിലപ്പോൾ പരാജയങ്ങളും കൊടുക്കേണ്ടിവരും. അത് നഷ്ടമല്ല, നിക്ഷേപമാണ്. ഭാവിയിലേക്കുള്ള നിക്ഷേപം. ക്ഷമ എന്നത് കാത്തിരിക്കലല്ല, അത് പ്രതീക്ഷയോടെയുള്ള പ്രവർത്തനമാണ്. ഒരു കർഷകൻ വിത്ത് വിതച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല. അവൻ കള പറിക്കുന്നു, വെള്ളം നനയ്ക്കുന്നു, വളമിടുന്നു. വിളവെടുപ്പിന് മാസങ്ങളെടുക്കും. പക്ഷേ അവൻ ക്ഷമയോടെ പണിയെടുക്കുന്നു. അവനറിയാം വിതച്ചത് കൊയ്യാതിരിക്കില്ല എന്ന്. പ്രകൃതിക്ക് പറ്റിക്കാനറിയില്ല. നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഫലം വന്നേ തീരൂ. ചിലപ്പോൾ വൈകിയേക്കാം, പക്ഷേ വരും. ഉറപ്പായും വരും. പരാജയപ്പെടുമ്പോൾ ലോകം നിങ്ങളെ നോക്കി ചിരിക്കും. ഇവൻ വെറും മണ്ടനാണ് എന്ന് പറയും. അവരെ കുറ്റപ്പെടുത്തണ്ട. അവർക്ക് നിങ്ങളുടെ ഉള്ളിലെ തീ അറിയില്ല. അവർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലിപ്പം അറിയില്ല. അവർ കാണുന്നത് പുറംമോടി മാത്രമാണ്. അവരുടെ ചിരി കണ്ട് നിങ്ങൾ തളരരുത്. ആ ചിരിയെ വാശിയാക്കി മാറ്റുക. ഇവർക്കു മുന്നിൽ എനിക്ക് ജയിക്കണം എന്ന വാശി. വാശി നല്ലതാണ്. അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ല. അത് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. വിജയികൾ ഒരിക്കലും പരാതി പറയില്ല. അവർ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കും. പരാതി പറയുന്നത് ദുർബലരുടെ ലക്ഷണമാണ്. മഴ പെയ്യുന്നു, എനിക്ക് പുറത്തുപോകാൻ വയ്യ എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. കുടയെടുത്ത് പുറത്തുപോകുന്നവരുണ്ട്. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ്? പരാജയം വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് ചോദിക്കരുത്. ഇനി എന്ത് എന്ന് ചോദിക്കുക. ആ ചോദ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവി. പരാജയം പലപ്പോഴും മോശം ശീലങ്ങളുടെ ഫലമാണ്. മടിയും നീട്ടിവെക്കലും അശ്രദ്ധയും പരാജയത്തിന് കാരണമാകും. നിങ്ങളുടെ ദിനചര്യ പരിശോധിക്കുക. രാവിലെ എപ്പോഴെഴുന്നേൽക്കുന്നു?
എന്തു ചെയ്യുന്നു? സമയം എങ്ങനെ ചെലവഴിക്കുന്നു? വിജയികൾക്ക് കൃത്യമായ ദിനചര്യയുണ്ട്. അവർ സമയം വെറുതെ കളയില്ല. ഓരോ നിമിഷവും അവർക്ക് വിലപ്പെട്ടതാണ്. പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. നല്ല ശീലങ്ങൾ നല്ല ഫലം നൽകും. സ്വയം സ്നേഹിക്കുക. പരാജയപ്പെടുമ്പോൾ നമ്മൾ നമ്മളെത്തന്നെ വെറുക്കാൻ തുടങ്ങും. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നു തോന്നും. അത് തെറ്റാണ്. നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾക്ക് അനന്തമായ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാൻ വൈകുന്നു എന്നു മാത്രം. പരാജയം നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. 100 രൂപയുടെ നോട്ട് ചെളിയിൽ വീണാലും ചുളുങ്ങിയാലും അതിന്റെ മൂല്യം കുറയുന്നില്ല. അത് 100 രൂപ തന്നെയാണ്. നിങ്ങൾ പരാജയപ്പെട്ടാലും തിരസ്കരിക്കപ്പെട്ടാലും നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. നിങ്ങൾ അമൂല്യമാണ്. അത് ഓർക്കുക. നെഗറ്റീവായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അവർ നിങ്ങളുടെ ഊർജ്ജം കെടുത്തും. ഇത് നടക്കില്ല, ഇത് റിസ്ക്കാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ പേടിപ്പിക്കും. അവർക്ക് റിസ്ക് എടുക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് നിങ്ങളും അങ്ങനെയാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നവരുമായി ചങ്ങാത്തം കൂടുക. നിങ്ങളെ തിരുത്തുന്ന എന്നാൽ നിങ്ങളെ തളർത്താത്ത സുഹൃത്തുക്കളെ നേടുക. ഒരു പുഴ ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? അത് തടസ്സങ്ങൾ വരുമ്പോൾ നിൽക്കുന്നില്ല. അത് വഴിമാറി ഒഴുകുന്നു. കല്ലുകളെ തഴുകി തടസ്സങ്ങളെ മറികടന്ന് അത് കടലിൽ ചേരുന്നു. ലക്ഷ്യം കടലിൽ ചേരുക എന്നതാണ്. വഴിയിൽ എന്തു വന്നാലും അത് ലക്ഷ്യം മറക്കുന്നില്ല. പരാജയങ്ങൾ തടസ്സങ്ങളാണ്. പുഴയെപ്പോലെ വഴിമാറി ഒഴുകുക. വഴി കണ്ടുപിടിക്കുക. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ജീവിതത്തിൽ ബാലൻസ് സൂക്ഷിക്കുക. വിജയത്തിനുവേണ്ടി ഓടുമ്പോൾ ആരോഗ്യം മറക്കരുത്. കുടുംബത്തെ മറക്കരുത്. ആരോഗ്യമില്ലെങ്കിൽ വിജയം ആസ്വദിക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ വിജയം ശൂന്യമാണ്. പരാജയങ്ങൾ വരുമ്പോൾ താങ്ങായി നിൽക്കുന്നത് കുടുംബമാണ്. അവരെ ചേർത്തുപിടിക്കുക. വിജയം എന്നത് സമഗ്രമായ വളർച്ചയാണ്. പണം മാത്രമല്ല, സമാധാനവും സന്തോഷവും ആരോഗ്യവും എല്ലാം ചേർന്നതാണ് വിജയം. ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ വെറും വാക്കുകളായി കാണരുത്. ഇത് ജീവിതമാണ്. അനുഭവങ്ങളിൽ നിന്ന് ഉരുകിയൊഴുകിയ സത്യങ്ങളാണ്. ഇത് കേട്ട് നാളെ മുതൽ പഴയതുപോലെ ജീവിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കേട്ടത് പ്രാവർത്തികമാക്കുക. അറിവ് ശക്തിയല്ല, അറിവ് പ്രയോഗിക്കുമ്പോഴാണ് ശക്തിയാകുന്നത്. ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തുക. ഒരു ചെറിയ ചുവടുവെപ്പ്. പരാജയത്തെ ഭയക്കാതെ ഒരു കാര്യം ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. പേന നിങ്ങളുടെ കയ്യിലാണ്. അടുത്ത അധ്യായം നിങ്ങൾക്കെഴുതാം. അത് വിജയത്തിന്റെ അധ്യായമാകട്ടെ. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തോടെ തിരിച്ചുവരുന്ന നായകന്റെ കഥ. ലോകം കാത്തിരിക്കുന്നത് ആ കഥ കേൾക്കാനാണ്. എഴുതുക, ജീവിക്കുക, ജയിക്കുക. കാരണം നിങ്ങൾ ജനിച്ചത് ജയിക്കാൻ വേണ്ടിയാണ്, തോറ്റു പിന്മാറാൻ